ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനക് ഫാഷൻ ഡേക്കിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഫ്രോക്കിൻ്റെ വീഡിയോസ് ഇട്ട സമയത്ത് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പഠിച്ചതാണോ ഇത്ത ഫ്രോക്കിൻ്റെ വീഡിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ചിട്ട് കുഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പോൾ പഠിച്ചതല്ല കേട്ടോ, എനിക്ക് മുന്നേ സ്റ്റിച്ചിങ് അറിയാം. ഒരുപാട് എനിക്ക് ഇത്ര പ്രായം മുതലാണ് എനിക്ക് സ്റ്റിച്ചിങ് അറിയുന്നതെന്ന് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. അത്രയും മുന്നിലേ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയാം. വീട്ടിൽ ഉമ്മച്ചി സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്ക് മെഷീൻ ചവിട്ടാനും ഒക്കെ അറിയാം. അപ്പോൾ ആ ഒരു ടൈം തൊട്ടിട്ട് കുഞ്ഞായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഉമ്മച്ചി തയ്ക്കുന്ന എപ്പോഴും ബ്ലൗസായിരിക്കും കേട്ടോ. ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യവും ബ്ലൗസാണ്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല അത് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അന്ന് ചുരിദാറായാലും സ്കേർട്ടായാലും അങ്ങനെയൊക്കെയുള്ള, അതായത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ അന്ന് മുതലേ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. എങ്ങും പോയി പഠിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, അല്ലാണ്ട് തന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. കൂടുതലും എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബീഡ്സും സ്വീക്വൻസും ഒക്കെ വെച്ചിട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പഴയ മച്ചിയുടെ സാരിയൊക്കെ എടുക്കുക, എന്നിട്ട് അത് വെട്ടി തയ്ച്ചിട്ട് അതിൻ്റെ അകത്ത് സ്വീക്വൻസും കാര്യങ്ങളൊക്കെ വെച്ച് അതിനെ പുതിയൊരു ലുക്കിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഒരു 100 രൂപയുടെ ഡ്രസ്സ് സാരി എടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ എഫക്റ്റ് അതിൻ്റെ അകത്ത് കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിട്ടായിരിക്കും ഡ്രസ്സൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഓർമ്മയിൽ ഒരു 6ാം ക്ലാസ്സിലൊക്കെ ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചിട്ട് അതിൻ്റെ അകത്ത് സീക്വൻസൊക്കെ വെച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 8-ാം ക്ലാസ് 10ാം ക്ലാസ്സിലും ഒക്കെ സ്കൂൾ തുറന്നിട്ട് പോകുമ്പോഴത്തേക്കും എൻ്റേതായ രീതിയിൽ ഒരു ഡ്രസ്സെങ്കിലും ഉണ്ടാവും ഞാൻ ചെയ്തിട്ടുള്ള. അതിൽ സീക്വൻസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പോയിട്ട് മേടിച്ച് മറ്റേ നമ്മുടെ ഗ്ലൂ ഒക്കെ മേടിച്ച് അതിൽ ഒട്ടിച്ച് ഓരോ പടങ്ങളൊക്കെ വരച്ചിട്ട് ഒട്ടിക്കും. അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്യും. എൻ്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ കുറേ നാൾ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മ ഈ ഒരു സംഭവം ചെയ്യപ്പം കുറേയൊക്കെ ഞാൻ ആദ്യം സ്റ്റിച്ചിങ് പഠിച്ചത്, അതായത് ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ പഠിച്ചതും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയത് വല്യമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് നൂലും കാര്യങ്ങളൊക്കെ വല്യമ്മ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബുക്കുണ്ടായിരുന്നു, ഇതിൻ്റെ തയ്യലിൻ്റെ തന്നെ ഒരു ബുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് വായിച്ചൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ കൂടുതലും ഞാൻ അവിടെ നിന്നും പഠിച്ചിട്ടുണ്ട്, കുറേയൊക്കെ അവിടെ നിന്നും പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും നമുക്ക് യൂട്യൂബോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ നമുക്ക് നല്ല രീതിക്ക് യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. മറ്റത് കുഞ്ഞു ഫോണാണ്, പിന്നെ വലിയ ഫോണായെങ്കിൽ കൂടിയും ഇത്രയും നന്നായിട്ടൊന്നും നെറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഇല്ലല്ലോ. ഇല്ല, ഇപ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലേ? ഇപ്പം തന്നെയാണ് നമുക്കിതുപോലെ നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഇഷ്ടം കൊണ്ടിട്ടും ഇങ്ങനെ ചെയ്താൽ പോരെ അങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ അമ്മച്ചിയുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ചേച്ചിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഞാൻ അവരിങ്ങനെ ജസ്റ്റ് വെച്ച് വെട്ടിയിട്ട് ഇങ്ങനെ പേപ്പർ വെച്ച് വെട്ടി അങ്ങനെ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അളവും കാര്യങ്ങളോ കണക്കോ ഒന്നുമില്ല. നമ്മുടെ അളവ് വെച്ചിട്ട് അത് വെട്ടി തയ്ക്കാമെന്ന് പറയുന്നത് മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആ രീതിയിലേ അല്ല തയ്ക്കുന്നത്. അന്ന് മുതലേ എനിക്ക് അതങ്ങോട്ട് ശരിയാവാത്ത ഒരു കാര്യമാണ്. കുറച്ച് ദിവസം പോയിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് കുഞ്ഞു അവളുടെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ ചെയ്യും. അതോടൊപ്പം എനിക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഫ്രോക്കും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കുഞ്ഞിലേ മുതൽ പാവയ്ക്കൊക്കെ ഉടുപ്പ് വയ്ക്കില്ലേ, ആ ഒരു ടൈം മുതലേ ഉണ്ട് കേട്ടോ. ഒരു പാവ ഉണ്ടെന്ന് പാവ ഞാൻ സ്വയം ചെയ്യുമായിരുന്നു. പാവകളോട് എപ്പോഴും പെൺകുഞ്ഞുങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ പാവ ഞാൻ സ്വയം ഉണ്ടാക്കും. ക്രാഫ്റ്റിൻ്റെ വർക്ക് അന്നും തലയിലുണ്ട്. അപ്പോൾ നമ്മുടെ ബനിയൻ ക്ലോത്ത് ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് പഞ്ഞിയൊക്കെ നിറച്ച് തലയൊക്കെ ഉണ്ടാക്കി വലിയ പാവ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനെന്തായാലും ഉടുപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രോക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യും. പിന്നീട് നമ്മൾ പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അപ്പോഴും സ്റ്റിച്ചിങ് എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര വലിയ രീതിയിലൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം, ഏണിങ്സ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. എൻ്റെ ഫീസിനും കാര്യങ്ങൾക്കും ഉള്ള പൈസയൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങൊക്കെ ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞു, പ്രഗ്നൻസി ആ ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ കുറേശ്ശെയായിട്ട് ഇതൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ മോൻ കുറച്ച് ഇതായതിനു ശേഷം ഞാൻ വീണ്ടും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഫ്രോക്കിൻ്റെ ഒരു ഇഷ്ടം വന്നു തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു പെൺകുഞ്ഞിനെയാണ് കേട്ടോ. എനിക്കൊരു മോള് വേണം, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ റൈഹുവിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിന് കുർത്തയൊക്കെ ഇല്ലേ, ആ ഒരു സംഭവമൊക്കെ അവന് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുഞ്ഞ് വേണം, അവളുടെ ഡ്രസ്സുകൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്കൊരു മോളെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അവളുടെ കുഞ്ഞുടുപ്പുകൾ തൊട്ടിട്ട് ഇപ്പോൾ ഉള്ള ഡ്രസ്സുകൾ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുമെന്ന് പറയാൻ ഭയങ്കര വിരലിൽ എണ്ണാവുന്ന ഡ്രസ്സുകൾ മാത്രമായിരിക്കും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അതും ചിലപ്പോൾ ആരെങ്കിലും ഉമ്മച്ചിയൊക്കെ വാങ്ങിക്കൊടുത്തതായിരിക്കും കേട്ടോ. അല്ലാണ്ട് ഞാൻ തന്നെ ആയിരിക്കും അവൾക്ക് ഡ്രസ്സുകൾ ചെയ്യും. ഇപ്പോൾ കടയിൽ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഞാൻ വിചാരിക്കും വേണ്ട, എനിക്കിത് ചെയ്യാൻ പറ്റും, ഇതിനെക്കാട്ടി ഞാൻ ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെ തോന്നുമല്ലോ നമുക്കിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം, അങ്ങനെ ഒരു മൈൻഡ് വരും കേട്ടോ. ഓക്കെ, ഇത് വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അവൾ ജനിച്ചതിന് ശേഷം കൂടുതലായിട്ട് ഫ്രോക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ക്രൈസ് എന്ന് പറയത്തില്ല, അതുപോലെ എനിക്കിഷ്ടമാണ് കുഞ്ഞുങ്ങളുടെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പഠിച്ചതല്ല. ഉണ്ണിയെ മുതൽ ഹെയർ അക്സസറീസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്കിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന സ്റ്റിച്ചിങ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹെയർ ബോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഹെയർ അക്സസറീസ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ പതുക്കെ അത് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കുറേ പേരും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. കൂടുതലായിട്ട് അതിൻ്റെ വീഡിയോസ് ഇടുന്നതേ ഉള്ളൂ. മെയിൻലി ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഇട്ടിട്ട് ഭയങ്കര വലിയ ഓർഡേഴ്സൊന്നും എടുക്കുന്നില്ല. എനിക്കറിയുന്ന പേഴ്സണലി എനിക്ക് മുന്നേ മുതൽ അറിയുന്ന ആൾക്കാർ കൊണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്കായാലും അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒരു പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും, കുറച്ച് ദിവസം എടുക്കുന്ന പരിപാടിയാണ് അത്. പിന്നെ ഞാൻ കുറേശ്ശെയായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇട്ട് തുടങ്ങി എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ എടുക്കാം, കുറേയും കൂടിയൊക്കെ ലൈഫിൽ ബിസി ആവണമെന്ന് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംഭവം ഞാനിപ്പോൾ പഠിച്ചതല്ല എന്നുള്ളത്, ഞാൻ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഒട്ടും തന്നെ എങ്ങും പോയി പഠിച്ചതല്ല. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുമല്ലോ. അപ്പോൾ ഇപ്പം ചാനൽ ത്രൂവും എനിക്കറിയാത്ത കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. കുറേയൊക്കെ നമ്മൾ തന്നെ എങ്ങനെയോ പഠിച്ചു, അത് എനിക്ക് അറിയും കേട്ടോ. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.